ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഒരു മാസത്തിന് അടുപ്പിച്ച് ഉള്ള ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്ക് ടു അവർ ഹോം ആണ്. സോ ഞങ്ങൾ രാത്രി എത്തി, ഏകദേശം ഒരു 3 മണിക്ക്, പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് എത്തി. ആൻഡ് വേദുവിനെ അറിയിച്ചിട്ടില്ല, കാരണം അവൻ സ്കൂളിൽ പോയില്ലായിരുന്നു. സോ ഇന്ന് അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സർപ്രൈസ് ആയിരിക്കും അവന് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു, അവനെ കൊണ്ട് സിനിമയ്ക്ക് പോകാനും ഒരു മാസമായില്ലേ, കുറച്ചൊരു കറക്കവും എല്ലാം കൂടെ ആയിരിക്കും ഇന്നത്തെ ഒരു വ്ളോഗ്. സോ ഫസ്റ്റ് തിങ്, വേദു ഇവിടുന്ന് വന്നിട്ട് അമ്മ യൂണിഫോം ഒക്കെ മാറിയിട്ട് അവനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതിനൊക്കെ അവൻ ഒരുപാട് സമയം എടുക്കും. സോ അവന് യൂണിഫോം മാറിയിട്ട് അവനെ നമുക്ക് കാണാം. ഇത് വേദു സ്കൂളിൽ നിന്ന് വരുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് CCTV എടുത്തതാണ്. അവനെ അറിയത്തില്ല ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. വന്ന ഉടനെ വരുന്ന കോലം നോക്ക്. വന്ന ഉടനെ തന്നെ അമ്മ അവനെ എടുത്തുകൊണ്ട് പോയി ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് സർപ്രൈസ് ആയിട്ട് വല്ല റിവീൽ ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ എല്ലാം ഫ്ലോപ്പായ. നേരിട്ട് അമ്മയുടെ റൂമിലേക്ക് അവനെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത്രയും ദിവസം ഞങ്ങളില്ലെങ്കിലും അമ്മയുടെ കൂടെ അവന് ഇരിക്കാനും അല്ലെങ്കിൽ അമ്മയ്ക്ക് അവനെ നോക്കാനും സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതായത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സമാധാനം. എങ്ങനെ മോൻ അറിഞ്ഞു അപ്പൊ വന്നത്? ഞാൻ സർപ്രൈസ് തരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എങ്ങനെ അറിഞ്ഞു വേദു? ഞാനിവിടെ ഭയങ്കര സർപ്രൈസ് ഒക്കെ കൊടുക്കാം, വേദുവിന്റെ റൂമിൽ പോയി ഹഗ് ഇതൊക്കെ എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞ്. ഇനി വേദു നാളെ സ്കൂളിൽ പോകുന്നില്ല. ഇന്ന് നമ്മള് ഫാന്റാസ്റ്റിക് 4 കാണാൻ പോവും. എക്സൈറ്റ്മെന്റ് കാരണമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഫസ്റ്റ് സംഭവിച്ചപ്പോ നമ്മളില്ലാത്തത് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഞങ്ങളില്ലാത്ത ഇതിന്റെ ഉള്ളിലുണ്ടോ? നോക്കട്ടെ. അപ്പൊ അത് എക്സൈറ്റ്മെന്റ് ടീച്ചർ കാണിക്കാത്ത ഇത്ര എക്സൈറ്റ്മെന്റ്? അപ്പൊ വന്ന എക്സൈറ്റ്മെന്റ് ആണോ? ഓ, ഇത്രയും വലിയ ടീറ്റാണ് അമ്മോന്റെ പോയത്. അപ്പൊ ബിരിയാണി കഴിക്കാം. ഓക്കെ, അമ്മനെ കാണിക്കാം. ഫസ്റ്റ് ഗിഫ്റ്റ് മൊബൈൽ കവറ്. അത് വെറുതെ വലിയ ഹാപ്പി ഒന്നല്ല, അത് വെറുതെ വാങ്ങിയതാ. വേറെ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് ഒന്ന് എൻജോയ് ചെയ്യാൻ. എന്താ ഇത്? ആരുടെ കവറാ? വേദന ഇഷ്ടമല്ലേ? ഇനി അപ്പൊ ബാക്കി നോക്കട്ടെ. മുമ്പ് വേഗം പോയി ബിരിയാണി കഴിക്കുന്നത്. അപ്പം സിനിമയ്ക്കൊക്കെ പോണം, വേഗം. അതൊന്നും ഇല്ല, അതൊക്കെ അമ്മയുടെ മാസ്ക് ഒക്കെയാ. അതൊന്നും ഇല്ല. അപ്പൊ ഇതാർക്കാ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടം? അമ്മൂമ്മക്കാ. ഇത് കൂടെ കൊണ്ടുപോയി കൊടുക്ക്. വേദുവിനെ എടുത്തോ? ഈ തിളങ്ങുന്ന സ്പാർക്ലിങ് അമ്മൂമ്മയുടെ കയ്യിൽ കിടക്കുന്ന പോലെ തന്നെയാണ് ഈ അമ്മൂമ്മയുടെ ഫോൺ. രണ്ടും അമ്മൂമ്മയുടെ. കൂട്ടിയത് കാണിക്കണം എന്ന് എനിക്കൊന്ന് 2 കിലോ പറഞ്ഞു കാണും. നോക്കട്ടെ. ഞങ്ങൾ പോയപ്പോ 20 ആയിരുന്നു. കൂടിയാ? ഓക്കെ. അതിപ്പോ ബിരിയാണി കഴിച്ചു തന്നെയാണോ? ഇനി വേദന നോക്കുന്ന പരിപാടി ഞാനില്ല. എന്താ അറിയാം, നീ എത്ര നോക്കിയാൽ ഇതൊക്കെ അല്ലേ പറയുള്ളൂ. 1 കിലോ കുറഞ്ഞു കാണും. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആര് പറഞ്ഞു? ദീദി. പയ്യാണല്ലോ ദീദി ഇവിടെ എല്ലാം നോക്കുന്നത്. അങ്ങനെ ഒന്നും നിന്നാലും വെയിറ്റ് കൂടാൻ പോകുന്നില്ല. എങ്ങനെ നിന്നാലും ഒരേ വെയിറ്റാ. എന്റെ വിഷയം ചിത്തിയാക്കണ്ട. മാറ് കേട്ടോ. അതെ, ഇത് അമ്മൂമ്മയ്ക്ക്. നിരഞ്ജനയ്ക്ക് ഇഷ്ടമുള്ള നൂഡിൽസും ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. നിരഞ്ജനയ്ക്ക് എത്ര ഉണ്ടെന്ന് നോക്ക്. താഴെ വെക്ക്. ഇത് ഫുൾ വേദൂന. 7 ഡേയ്സിന്റെ വീക്കൊക്കെ പറഞ്ഞു. അപ്പയ്ക്ക് അറിഞ്ഞൂടാ പറഞ്ഞു കൊടുത്തത് 7 days in a week.
സൺഡേ Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. ഗുഡ് ബോയ്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് എടുക്കട്ടെ. ഇന്നാ ഇതാണ് വേദുവിന്റെ മെയിൻ ടോയ്. ആരാ അത്? ആരാ? ആ എന്താ നീ ഇത് ഹഗ് ചെയ്ത് കിടക്കാനും ആളായി. ഇനി ബാക്കിയൊക്കെ തപ്പാണ്ട്. ഇനിയിപ്പോ തപ്പാന്ന് ഇനി ഗിഫ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, ഇതാണ് ഒരു ചെരുപ്പ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഏജ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് കൺവീനിയന്റ് ആയിട്ട് ഇടാനുള്ള ഒരു ചെരുപ്പാണ്. വെറുതെ സ്ലിപ്പ് ഇൻ ചെയ്താൽ മതി. ഇത് അമ്മയ്ക്ക് വാങ്ങിയാണ്. നിങ്ങൾക്ക് ഏജ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ കുറച്ച് കുനിയാൻ പാടുള്ളവർക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഇട്ട് പോകേണ്ടവർക്ക് ഈ സ്കെച്ചേഴ്സ് സ്ലിപ്പിൻസ്. ഇവിടെ ഇന്ത്യയിൽ അധികം നല്ല മോഡൽസില്ല, പക്ഷേ ബാങ്കോക്കോ മലേഷ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓഫേഴ്സും കാണും, കുറേ ടൈപ്പ് മോഡൽസും കാണും. ചെരുപ്പ് കറക്റ്റാന്ന് നോക്ക്. ചെരുപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ അറിയാം? ആ കാലല്ല, കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ ഡൺ. ഇനി ഒരു സാധനം കൂടി ഉണ്ട്. മോന് ഇത് വാട്ടർ ബോട്ടിലാണ്, പക്ഷേ വേറെ ആർക്കും ഇല്ലാത്ത സാധനം വേദുവിന് കൊണ്ടുവന്നു. എന്താണെന്നറിയോ? ചൂടെടുക്കുമ്പോ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ചോണ്ട് ഫാനും കൊള്ളാം. കണ്ടാ? ഒരു ഡേഞ്ചറസും അല്ല. നോക്കൂ, വെള്ളം കുടിച്ചിട്ട് ചൂടെടുക്കുമ്പോ അത് അടച്ചോ. സ്പോർട്സ് ഡേക്കൊക്കെ പോകുമ്പോ ഉപയോഗിക്കാം കേട്ടാ. ചൂടുള്ളപ്പോ ഇത് നല്ലതല്ലേ? ആ ഇനിയൊന്നും ഇല്ല. ആ പിന്നെ ഇവിടെ ഓക്കെ. എടാ ഇത് ഇത് കിറ്റ്കാറ്റ് ഒക്കെ കഴിക്കുള്ളൂ, ലണ്ടനിൽ നിന്നുള്ള കിറ്റ്കാറ്റ്. ഇത് ഫുൾ ഒന്നല്ല, അല്ല ഹിന്ദി കൊടുക്കണം കേട്ടാ. സോ ഇന്ന് തന്നെ വേദുവിന് ഇതേ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അവിടെ കൊണ്ടാക്കാൻ വന്നതാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ. കണ്ട ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്, ഭയങ്കര ക്ലീൻ വെൽ മെയിൻറ്റൈൻഡ് ഒക്കെയാണ്. പക്ഷെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാരണം ഞങ്ങളിപ്പോൾ കണ്ടത് തന്നെ ഒരാളുണ്ട് മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം മറ്റേ ഇതുപോലെ മറ്റേ പ്രണവിനെ പോലെ മുടി മാത്രം വന്നില്ല. മുടി വേണ്ടല്ലോ, ഇത് എന്റെ സൗന്ദര്യത്തിന്റെ ലക്ഷണം ഇതാണ്. അത് എല്ലാരും പറയും കേട്ടോ. അപ്പൊ ഇവിടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു സമ്മർ വെക്കേഷൻ ഒക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. ഇവിടെ റൂംസ് ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ഗെയിംസും അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് വീഗാലാൻഡിൽ പോണം. ഇപ്പൊ വന്നപ്പോ ഒറ്റ വാട്ടർ റൈഡിൽ കയറാത്ത ആളാ. അത് വാട്ടറില്ല, ബാക്കിയുള്ളതിലൊക്കെ ഞാൻ കേറും. വാട്ടർ റൈഡില് പറ്റില്ല, വെള്ളം പേടിയാണ്. പക്ഷെ മറ്റേ വലിയ വലിയ സംഭവത്തിലൊക്കെ ഞാൻ കേറും. അത് കയറും. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് വേദുവിനെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം ഇനി രാത്രിയിലത്തെ കൂടെ പരിപാടി നോക്കാൻ. എന്തായാലും നാളെ വേദുവിനെ സ്കൂളിൽ വിടുന്നില്ല. ഗുഡ് ബൈ ഇരിക്കണം കേട്ടാ. ആ ഓക്കെ, ബൈ. വിളിക്കണം കേട്ടോ അപ്പനെ. വാച്ചിൽ വിളിക്കാൻ അറിയോ? മറന്നുപോയോ? ഓക്കെ ബൈ. വേദുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത്. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ 65 250 കണ്ട്, ഇഞ്ചിപ്പുള്ളി ചിക്കൻ അത് കഴിച്ചിട്ടില്ല. നല്ല കോൾഡ് കോഫി. ആൻഡ് ഇതൊരു പക്ഷേ ഉള്ളി തിങ് ഇത് റെസ്റ്റോറൻ്റ് ആണ്, കെഫേ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫുഡ് കോർട്ട് ആംബിയൻസ് ആണ്. അത് മാത്രമുള്ള ഒരു പ്രശ്നം, പാർക്കിന്റെ ഉള്ളില്. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി ട്രൈ ചെയ്യാം. എന്ത്? ഇത് കഴിഞ്ഞ വീട്ടിൽ പോവാം, അത് പോയി ട്രൈ ചെയ്യാം. വിളിക്കാൻ പോകണല്ലോ, അവിടെ കേക്ക് കാണും ബാക്കി. കൊള്ളാം കേട്ടാ. ഞാൻ വേദുവിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. അവൻ താഴെ എന്തോ വീടുന്ന്. പക്ഷെ ഇവിടെ നോക്ക്, ഒരു കാർണിവൽ സെറ്റപ്പ് പോലെ ഇല്ലേ? ഫുൾ വൈബാണല്ലോ. അവന് ഇതൊന്നും പറ്റുന്നില്ല. അവന് പറ്റിയത് മറ്റേ അവഞ്ചേഴ്സും ആ സംഭവങ്ങളൊക്കെ ഉള്ളു. അതെ, ഫോൺ വിളിക്കുന്നുണ്ട്. ഫൈനലി വേദുവിന് ഇത്രയും കാലത്തിന് ശേഷം സിനിമയ്ക്ക് കൊണ്ടുപോകും. ഐ മീൻ ഒരു മാസമായി സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് ഫാന്റാസ്റ്റിക് ഫോർ കാണാൻ കൊണ്ടുപോകാം. ഇതൊരു ഈ തിയേറ്ററിൽ വന്നിട്ടില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റാ. ഗലാക്ടസിനെ കാണണോ? ആ ബാ, അടിപൊളിയാണ്. PVR ലക്സ്
ഫുൾ സെറ്റപ്പ്. ഇതിന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ലോബി റിസപ്ഷൻ പോലെ അല്ലേ, കഫേ പോലെ. അവരുടെ കോഫി മെഷീനൊക്കെ മറ്റേ ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് മെഷീനൊക്കെ നോക്ക്. അവരുടെ ഡെക്കറേഷൻ ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഇത് ഡെക്കറേറ്റ് വെച്ച നാഷണലിന്റെ. അപ്പയും ഇത് വന്നിരുന്നു. എന്തൊരു ഓർമ്മയത്. ഞങ്ങൾ വന്നിരുന്നു ഒറ്റയ്ക്ക് ഇവിടെ ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ്. അവന് ഓർമ്മയുണ്ട്, 1 വർഷം മുകളിലായിരുന്നു തോന്നുന്നു. ബാത്റൂമിന്റെ ഒക്കെ സെറ്റപ്പ് നോക്കി. ഏതോ 5 സ്റ്റാർ ഹോട്ടൽസ് കൊച്ചിയിൽ ഇത്രയും ക്വാളിറ്റി കാണില്ല കേട്ടാ. ഇനിയിപ്പോ വരും മറ്റേ നീലക്കോയില് ദില്ലു വുമൻസ് ബാത്റൂമിൽ കയറിപ്പോയിന്ന്. വലിയ ആളാ. മോയ്സ്ചറൈസർ, സോപ്പ്, ടിഷ്യൂസ്, സ്മെൽസ് റിയലി ഗുഡ്. അടിപൊളി. ട്രീറ്റ്മെന്റാണ് വേദുവിന്. ഭയങ്കരമായിട്ട് മിസ് ചെയ്തട്ടോ. പക്ഷെ ഞാൻ പറയില്ല, നമ്മള് വിഷമിക്കുന്നു വിചാരിച്ച്. അടിപൊളിയല്ല തിയേറ്ററിന്റെ ലുക്ക് തന്നെ നോക്ക്. തിയേറ്റർ ഒക്കെ സെറ്റപ്പ് ആണ്. നല്ല ഏറ്റവും ബെസ്റ്റ് ലക്ഷറി തിയേറ്റർ കേരളത്തിൽ ഇത് തന്നെയായിരിക്കും. ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഇതുപോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഹെഡ് റെസ്റ്റ് മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ബ്ലാങ്കറ്റ്, പില്ലോസ്, എവറിത്തിങ് സ്മെൽ ഗുഡ് ഓൾസോ. പക്ഷെ ടിക്കറ്റിന് 1400 രൂപ. അതുപോലെ ഫുഡും അടിപൊളിയായിരുന്നു. പിസ്സയൊക്കെ കഴിച്ചുകൊണ്ട് വേദും പ്രിയൊക്കെ കാണുമായിരുന്നു. പോപ്കോണും ഏകദേശം 500 രൂപയൊക്കെ തന്നെയാണ്. പക്ഷെ ട്രൂലി എ ലക്ഷറി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻജോയ് ചെയ്താ? നാളെ സ്കൂളിൽ പോകണ്ടല്ലോ. ഹാപ്പി. അങ്ങനെ ഒരു അടിപൊളി ദിവസം മോനായിട്ട് എൻജോയ് ചെയ്ത്. ഓക്കെ ഗൈസ്, സോ ബാക്ക് ഹോം ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഇമോഷണൽ റിയൂണിയൻ ആയിരുന്നു. വേദു വാസ് സോ ഹാപ്പി ആൻഡ് സർപ്രൈസ്. കുറെ ബിറ്റ്സ് ആയിട്ടുള്ള വീഡിയോസ് ആണ്, ഒരു സ്ട്രക്ചർഡും അല്ല, പക്ഷെ ഒരു പ്രോപ്പർ എന്താ ഡേ ഇൻ അവർ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ആൻഡ് ഇനി ഒരു ലൈവ് വരും. എനിക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ വേണം. അടുത്തൊരു ട്രിപ്പ് ഞാൻ ആക്ച്വലി ഒരു റോഡ് ട്രിപ്പ് ത്രൂ ഇന്ത്യ ചെയ്താലോ എന്ന് ആലോചിക്കുവാണ്. പക്ഷെ എനിക്കറിയാം കുറേ പേര് അത് ചെയ്തിട്ടുണ്ടെന്ന്. സോ ബട്ട് വിൽ യു ഗൈസ് ബി ഇൻട്രസ്റ്റഡ് ഇൻ സീയിങ് സംതിങ് ലൈക്ക് ദാറ്റ്? അത് എബ്രോഡ് തന്നെയാണോ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട്. അതുവരെ കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലെ വ്ളോഗ്സ് ഒക്കെ ആയിരിക്കും. നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷൻ തൃശ്ശൂർ എക്സിബിഷൻ വരുന്നുണ്ട് August 30 and 31 റാഡിസണിൽ. സോ അതിനും എല്ലാവരെയും പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുന്നു. എന്തായാലും ഇറ്റ് വാസ് ആൻ അമേസിങ് ട്രിപ്പ്. ആൻഡ് ചൈനയിൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഹെൽപ്പ് ചെയ്ത സാധനങ്ങൾ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്ത ഷാജി ചേട്ടനെ ഞാനൊരു വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തിട്ട് അതും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.